ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, അങ്ങനെ ഏതായാലും ദൈവത്തിന്റെ കരുണയാൽ ലൊക്കേഷൻ മനസ്സിലായല്ലോ, അട്ടപ്പാടിയിലെത്തി. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞല്ലോ അടുത്ത വീഡിയോ അട്ടപ്പാടിയിൽ ചെന്നു. പക്ഷെ ഇന്നലെ യാത്ര ചെയ്തു, അപ്പൊ പിന്നെ ഇന്നലെ നടന്നില്ല. പിന്നെ എന്തായാലും നിങ്ങളോട് പറയാതെ ചെയ്യല. പിന്നെ വൈദ്യുതി ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ, കൈവിടിയരുത്. പ്രത്യേകിച്ച് ഹോളി വീക്ക് ഹോളി വീക്ക് മീൻസ് നമ്മുടെ നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. വിഭൂതി കർമ്മങ്ങളൊക്കെ അതിന്റെ ഇടയിലാണ് വരുന്നത്. ഒരുപാട് അച്ഛന്മാർ ധ്യാനത്തിൽ ബുക്ക് ചെയ്തത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെയാകുമ്പോൾ ബുദ്ധിമുട്ട് വരാം, പക്ഷെ വലിയ ദൈവാനുഗ്രഹമാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ചുള്ള ധ്യാനം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് നന്മറും ചൊല്ലി നമുക്ക് നമ്മുടെ മീഡിയ മിനിസ്ട്രിക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അഭിഷേക പ്രോഗ്രാം, അതേപോലെ തന്നെ ഹോളി സ്പിരിറ്റ് ഈവനിങ്, പിന്നെ നമ്മുടെ ഫ്രൂട്ട് ഓഫ് മേരി, പിന്നെ നമ്മുടെ കുഞ്ഞു ടോക്ക്. അപ്പോൾ ഈ 4 വേണ്ടിയിട്ടുള്ള ഒരു നന്മറം ചൊല്ലി പ്രത്യേകമായിട്ട് അങ്ങോട്ട് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. പിന്നെ അത് ഫ്രൂട്ട് ഓഫ് മേരി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അത് മാത്രമേ വലിയൊരു പരിചയം ചിലപ്പോൾ ഇല്ലാത്തുണ്ടാവുള്ളൂ. അത് പിന്നെ പ്രഗ്നന്റ് ആയ അമ്മമാരാകാൻ ഒരുങ്ങുന്നവർക്കുള്ളതാണ്. തിങ്കളാഴ്ച 8 മണിക്ക് അഭിഷേക സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ളത്. അത് നിങ്ങൾ ഓൺലൈനിലാണ്, അത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടിയാൽ അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ച് ലിങ്ക് മേടിക്കണം, അത് കൂടണം കേട്ടോ. പ്രൈസ് അല്ല. ഹോളി സ്പിരിറ്റ് ഈവനിങ് ഇപ്പോൾ എല്ലാം ഒക്കെ ഫുൾ എല്ലാവരും അതിപ്പോൾ ആൾക്കാരിങ്ങനെ എഴുതുന്നുണ്ട്. ഞങ്ങൾ ബുധനാഴ്ച പിന്നെ വൈകുന്നേരം 6 മണി മുതൽ ശുശ്രൂഷ സമ്മതിക്കുന്നു, 8 മണിക്ക് പട്ടാഴ്ച വരും. അതിലേക്കെല്ലാം ക്ലിയറായി. പ്രൈസ് അല്ല. ഇപ്പോൾ നന്മറും ചൊല്ലി മീഡിയ മിനിസ്ട്രികളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ശാസന നിരസിക്കുന്ന ഒരു പ്രകൃതമുണ്ടോ എന്നുള്ളതാണ്. പ്രഭാഷകൻ 32:17, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 32 വേഴ്സ് 17. അതിനിതാണ്, ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ശാസന എന്ന് പറയുന്നത് കോപമല്ല, പിന്നെ എന്താണ് പറയണത്, ബഹളം വെക്കുന്നതല്ല, ഇതൊന്നല്ല. ശാസന എന്ന് പറയുന്നത് ഒരു ദൈവീകമായ ഒരു പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തീത്തോസിനോട് പിന്നെ പൗലോസ്ലീഹ പറയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് വചനങ്ങൾ അങ്ങനെയുണ്ട്. നീ അവരില് പിന്നെ അവരെ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവരെ ശാസിക്കണം, വഴക്ക് പറയണം, തിരുത്തണം. ഇതെല്ലാം കൂടെ വരാം. വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് പറയുന്നത് എന്താ? പ്രബോധനം അല്ലെ. 2 തിമോത്തി പറയുന്ന വചനമില്ലേ, ദൈവവചന ദൈവവിഷയം എന്ന് പറയുന്നത് അത് പ്രബോധനത്തിന്, ശാസനത്തിന്, തെറ്റുതിരുത്തൽ, നീതിയെല്ലാം പരിശീലനം. അപ്പൊ ഒരു വചനത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവിക പ്രവൃത്തിയാണ്. അപ്പോൾ ഈ ശാസന, അപ്പോൾ ഉദാഹരണം പറഞ്ഞ് നമുക്ക് പേരൻസ് കുട്ടികളെ ചില കാര്യങ്ങൾ തിരുത്തുന്ന വഴക്ക് പറയും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നമ്മളൊരു കോളേജിലെ അധ്യാപകനായിരിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂളിലൊരു ടീച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇടവകയിൽ ഒരു അച്ഛനായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഒരു സിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സുവിശേഷ വേലക്കാരനായിക്കോട്ടെ. അപ്പൊ അങ്ങനെ തിരുത്തുന്നു, ശാസിക്കുന്നു. അങ്ങനെ ഇത് ശരിയായില്ല, ഇത് വചനപ്രകാരം തെറ്റങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തിരുത്തുന്നു. അപ്പൊ ആ തിരുത്തൽ നിരസിക്കുന്ന ഒരു പ്രകൃതി. എന്നെ ആരും പഠിപ്പിക്കാൻ പറഞ്ഞാൽ എന്റെ കാര്യം നോക്കാൻ ഈ ആരാ പഠിപ്പിക്കുക, ഈ ആരാന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ശാസനയെ നിരസിക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ദുഷ്ടൻ ബൈബിളിലാരാ? പിശാചാണ്, മനുഷ്യനല്ല. ദുഷ്ടൻ പിശാച. അവൻ നോക്കിയാൽ ഒരു തിന്മ അവന്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നോക്കിയാൽ ശാസന നിരച്ച് തന്നിഷ്ടത്തോടെ തീരുമാനം എടുക്കുക. സ്വന്തം ഇഷ്ടമാണ്, തിരുത്തപ്പെടാൻ ഇഷ്ടമല്ല, സ്വന്തം ഇഷ്ടമാണ്. ഈ തന്നിഷ്ടക്കാരനെ കുറിച്ച് ബൈബിള് പഠിപ്പിക്കുന്ന ഒരുപാട് അപകടങ്ങളാണ് എൻ്റെ സഹോദരങ്ങളെ. അപ്പൊ ശാസന നിരസിക്കുന്നവൻ മരണത്തിന്റെ പാതയിലാണെന്ന് വചനം വെളിപ്പെടുത്തുന്നത്, അവന് വഴി തെറ്റുമെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മളെയൊക്കെ ആരെങ്കിലുമൊക്കെ ശാസിക്കുക, തിരുത്താൻ, ബി ഹാപ്പി, നല്ലതല്ലേ അല്ലേ? മറുപടി പറഞ്ഞു ഞാൻ കേട്ടു. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ, കൂടെയുണ്ട്. ധൈര്യമായിരിക്കണം. സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ നന്നായിട്ട് സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് വലിയ കൂട്ടായ്മയിൽ ഞായറാഴ്ച ദിവസം കർത്താവ് മീഡിയ ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ വചനം ശ്രവിക്കാൻ ഞങ്ങളെ വിളിച്ച കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വൈദ്യര ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കൃപ നൽകുന്ന നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഓരോരുത്തരെയും ഹൃദയത്തിന് വളരെ സ്നേഹത്തിൽ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. കർത്താവായ ഈശോയെ, വലിയ ദൈവകൃപ ഇവർക്ക് കൊടുക്കണമേ. ഇവരെ ശല്യപ്പെടുന്ന ദുഷ്ടാരികൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിന്റെ ഇവിടേക്ക് ആട്ടിപ്പായിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് മീഡിയയിലുള്ള ഈ 4 ശുശ്രൂഷകളിൽ സംബന്ധിക്കാനുള്ള തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവ് ദൈവമേ, ഈ വചനത്തിൽ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുതാപത്തിന്റെ കൃപ നിറയട്ടെ. ഒപ്പം തന്നെ ഈ വചനം ഇവരിൽ നിലനിൽക്കട്ടെ. ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ വചനകർത്തി ഇവർക്ക് ഓർമ്മയിൽ വരട്ടെ.
കർത്താവെ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി, ദൈവകൃപ എല്ലാം ഉണ്ടാകട്ടെ. പരീക്ഷയ്ക്ക് മുമ്പ് കർത്താവെ വന്ന അച്ഛന്മാരെയൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് നടന്നില്ല. അപ്പോൾ അതിന് വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു. അവർക്ക് ഈ ആശീർവാദ ശബ്ദം നേരിട്ട് കാണുമ്പോൾ ലഭിച്ച ഒരു ആശീർവാദം പോലെ ഇത് ഭവിക്കട്ടെ. കർത്താവ് ദുഷ്ടാരികളെ ബന്ധിക്കുന്നു. നല്ലത് വരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.